ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അവരന്വേഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ജോബുകൾ വരുമ്പോൾ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുവാനും അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത ജോലികൾ ലഭിക്കുവാനും വേണ്ടിയാണ്. ഷെയർ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ഏതെങ്കിലും ജോലികളുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് മറ്റ് സോഷ്യൽ മീഡിയാസൊക്കെ ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അതും ഒരു തരത്തിൽ ഓരോരുത്തരെ സഹായിക്കൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് ഇവിടുത്തെ ഗൾഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ അവരുടെ കുറേ ഗ്രൂപ്പുകൾ, എൻ്റെ കുറേ ഗ്രൂപ്പുകൾ, എനിക്ക് നേരിട്ടറിയുന്ന ജോബ് വേക്കൻസികൾ, ഇവയെല്ലാം കൂടി കൂട്ടിയിണക്കിയാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. എന്നെ നേരിട്ടറിയിക്കുന്ന ജോബ് വേക്കൻസികൾ വളരെ കുറവാണ്. മറ്റേത് എല്ലാ ജോബുകളും തന്നെ നമുക്ക് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബുകളാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പണം ആവശ്യപ്പെടുന്ന ജോബിന് ആരും പോകേണ്ടതില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത്. കാരണം എന്ന് പറയുന്നത്, നമ്മളെ അറിയിക്കുന്നത് അവർ ആദ്യമേ തന്നെ അതിനകത്ത് അറിയിച്ചിട്ടുണ്ടാവും അതൊന്നും സർവീസ് ചാർജുകളില്ലാത്ത ജോലികളാണ് എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇടാറുള്ളത്. അതേപോലെ തന്നെ ഇതേപോലെ ജോബ് വേക്കൻസികൾ ഇടുന്ന മറ്റെല്ലാ ചാനലുകളും നിങ്ങൾ പോയി കാണണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഓരോരോ ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അതായത് ഫ്രീ ജോബ് വേക്കൻസികൾ ഇടുന്ന നമ്മുടെ ഈ ചാനൽ മാത്രമല്ല, അല്ലാതെ എല്ലാ ചാനലുകളും പോയി കണ്ടോളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ചാൻസ് ആണ് ജോബുകൾ കിട്ടാനായിട്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം. വിസിറ്റ് വിസയിലൂടെ വന്നിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളും ഇതേ പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബുകൾ കിട്ടുള്ളൂ. പിന്നെ കിട്ടുന്ന ജോബിന് കയറിയതിന് ശേഷം നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ജോബിൽ നിന്ന് മാറി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ജോബിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ജോലിയിലാണോ എക്സ്പീരിയൻസ് ഉള്ളത് ആ ജോലിയിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾക്കത് കണ്ടെത്താനോ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേ ബന്ധങ്ങളുണ്ടാവും. അതുവഴി നിങ്ങൾക്ക് അന്വേഷിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് വീഡിയോയിൽ ബൈക്ക് ഡെലിവറി ജോബിനെ കുറിച്ചാണ്. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും കാണുന്നത് പഴയ ആളുകളല്ല, പുതിയ ആളുകളാണ് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൊണ്ടുവന്ന ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിവില്ലാത്തതാണ്. നമ്മൾ ജോബ് മേടിച്ചു കൊടുത്ത ആളുകളെക്കുറിച്ചോ. അപ്പോൾ കൂടുതലായിട്ടും അവർക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യതകളും കൂടി പറഞ്ഞ് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ. ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അവസാനത്തേക്ക് ആണ് കൂടുതലും പറയാറുള്ളത്. അപ്പോൾ ബൈക്ക് ഡെലിവറി ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഡെലിവറി, നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലെ തന്നെ ഉള്ള ഫുഡ് ഡെലിവറി ജോബുണ്ട്. ഇവിടെ കമ്മീഷൻ ബേസ്ഡാണ് ജോബ് വരുന്നത്. ഒരു പെർ ഓർഡറിന് 7.5 ദിർഹംസ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്താവുള്ളൂ. അതായത് എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. വീണ്ടും വന്ന് നിങ്ങൾ അതേ കാര്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നാണ് ഞാൻ അറിയിക്കുന്നത്. 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള യുവാക്കൾക്കാണ് അവസരം. യുവതികൾക്കല്ല, യുവാക്കൾക്ക്. കാരണം ബൈക്ക് ഡെലിവറി ജോബാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബൈക്ക് ഡെലിവറിക്ക് ആക്സിഡൻറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 30,000 ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ മാത്രമാണ്. അതായത് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തലബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അവിടെ ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്സിഡൻറ്റ് വരില്ല. 100% നിങ്ങൾ വണ്ടി ഓടിക്കുന്ന നിയമങ്ങൾ പാലിച്ചാണെങ്കിൽ അങ്ങനെ ഓരോരുത്തർ നിയമങ്ങൾ പാലിച്ചോണം. നമ്മുടെ നാട്ടിലത്തെ മാതിരിയല്ല. ഇവിടെ എന്ന് പറയുന്നത് ഒരുപാട് ക്യാമറകളും ഒരുപാട് റൂൾസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ വണ്ടി ബൈ ചാൻസ് ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാൽ തന്നെ ആ വണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അവർ രക്ഷപ്പെടുകയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ കമ്പനി നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഈ ജോബ് എന്ന് പറയുന്നത് ഫ്രീ ജോബല്ല. 3000 ആളുകൾക്കാണ് വേക്കൻസി ഉള്ളത്. ഫസ്റ്റ് വിസേൻ്റെ പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് അവർ 4000 ദിർഹംസാണ് ചോദിക്കുന്നത്. എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു മാസം ജോലി ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾക്ക് ചുരുങ്ങിയത് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ സമ്പാദിക്കാൻ കഴിയും. അതായത് 13 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഒരു പെർ ഡേ 30 ഓർഡർ വെച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് 7.5 രൂപ പറയുന്നത്. 5 കിലോമീറ്ററിൻ്റെ മുകളിൽ എത്ര നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 15 ദിർഹംസ് വരെ കമ്മീഷൻ ബേസിൽ മാത്രം പെർ കിലോമീറ്റർ വെച്ച് നിങ്ങൾക്ക് അത് ഓരോ ഓർഡറുകളും
നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ആപ്പ് വഴി നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, എത്ര ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റ്, അതായത് ഇൻകം, നിങ്ങളുടെ സാലറി വരിക. അതേപോലെ തന്നെ ഒരുപാട് ടിപ്പ് കിട്ടും. ദുബായ് ബേസ്ഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. ദുബായിലാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വരുന്നത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ. അതുകൊണ്ട് ഇവിടെ അത്രയും ഓർഡറുകൾ കിട്ടും. കൂടുതൽ കമ്പനികൾ, സ്ഥാപനങ്ങൾ എല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ അത്രയും തിരക്കാണ്. 3000 ആളുകൾ ഒരു കമ്പനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവിടെ എത്രത്തോളം ആളുകളുടെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായ റൂൾസൊക്കെ പാലിച്ച് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങൾ വരില്ല. അപ്പോൾ ഇതിന് മുന്നേ വന്നിട്ടുള്ള 13 പേരുണ്ട് നമ്മുടെ ചാനൽ വഴി വന്നിട്ടുള്ള. ഇനിയും ആളുകൾ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് അവർ പഠിച്ചതിന് ശേഷമാണ്. കാരണം 13 പേര് വന്ന 13 പേർക്ക് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം വന്ന ആളുകൾ, എനിക്ക് കമ്മീഷൻ കിട്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ മുഖാന്തരം വന്ന് നമ്മൾ ആ സ്ഥാപനത്തിൽ അവരുടെ കൂടെ തന്നെ നിന്ന് അവരിൽ ഒരാളായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വീണ്ടും ആളുകളെ അവിടെ കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഇന്ന് 16ാമത്തെ ദിവസമായി അവർ വന്നിട്ട്, കഴിഞ്ഞ 14-ാം തീയതി വന്നതാണ്. ആ 16 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് വിസിറ്റിംഗ് വിസയിലാണ് അവർ വന്നത്. നേരിട്ട് കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ 2 വഴികളുണ്ട്. ഒന്ന്, കറക്റ്റ് കമ്പനി നാട്ടിലേക്ക് 4000 ദിർഹംസ് അയച്ചു തരും. 4000 ദിർഹംസ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് വിസ അയച്ചു തരും. അതല്ല, അതിൽ സംശയങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിസിറ്റിംഗ് വിസയിൽ വരാം. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് നേരിട്ട് കമ്പനിയിൽ ഈ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ ആളുകൾ ഇപ്രാവശ്യം എന്നെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആളുകളെല്ലാവരും, അല്ലെങ്കിൽ നമ്മൾ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളെല്ലാവരും, അല്ലെങ്കിൽ കമ്പനിയുടെ ആളുകളായിട്ട് സംസാരിക്കുന്ന ആളുകളെല്ലാവരും വിസയിലാണ് ഇപ്പോൾ വരുന്നത്. കാരണം 13 പേര് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർക്ക് സിമ്പിളായിട്ട് ഇനി വിസയിൽ വരാം എന്നുള്ള രീതിയിൽ അവർ പൈസ അയച്ചു തന്നിട്ട് വിസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോഴും വീണ്ടും ഈ വീഡിയോ ഇടുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്താനാണ്. അതായത് കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ജോലിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവില്ല. അതായത് ഇന്ന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഇത്ര ജോലിക്ക് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ജോലിക്ക് പോകണോ പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ലീവ് എടുക്കാം. ബാക്കി ടോട്ടൽ വരുന്നത് ഇതിന് എമൗണ്ട് എന്ന് പറയുന്നത് 11,000 ദിർഹംസ് ആണ്. അതിൽ 7,000 ദിർഹംസ് നിങ്ങൾ നിങ്ങളുടെ സാലറിയിൽ നിന്നാണ് അവർ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പോയാലും മാസം 6,000 ദിർഹംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് മന്ത്ലി 1000 വെച്ചോ അല്ലെങ്കിൽ 700 വെച്ചോ ഒക്കെ നമുക്ക് മന്ത്ലി ഡിഡക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലൈസൻസ് കിട്ടുന്നത് വരെ, വിസ പ്രൊസീജിയർ മുതൽ ലൈസൻസ് കിട്ടുന്നത് വരെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഫുഡ് വെച്ച് കഴിക്കാനുള്ള ഗ്യാസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈഫൈ സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം അവരവിടുന്ന് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് നിങ്ങൾക്ക് ബെഡ് സ്പേസിൽ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും മാറാവുന്നതാണ്. അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഇന്ന സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കും. അപ്പം അത് അവിടെ പോയിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത് മാറാവുന്നതാണ്. ഏകദേശം 400 ദിർഹംസാണ് ഒരു ബെഡ് സ്പേസിന് വരുന്നത്. പിന്നെ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇത് ഇത്രയും ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് നിങ്ങളാരും കരുതണ്ട. എങ്ങനെ പോയാലും ഒരു 75,000 രൂപ മുതൽ 13 മണിക്കൂർ വർക്ക് ചെയ്യാൻ കഴിയാത്തവർ 10 മണിക്കൂറാണ് കമ്പനിയുടെ വർക്കിംഗ് ഹവേഴ്സ് വരുന്നത്. അപ്പോൾ ആ 10 മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചിലവും കഴിഞ്ഞ് നാട്ടിലേക്ക് 75,000 രൂപ നിങ്ങൾക്ക് അയക്കാനുണ്ടാവും. അത്രയും നിങ്ങൾക്ക് കിട്ടും. കാരണം എന്ന് പറയുന്നത് ഒരു ദിവസം എങ്ങനെ പോലും 20-ൽ കൂടുതൽ ഓർഡറുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് അത്രയും പൈസ നിങ്ങൾക്ക് നാട്ടിലയക്കാനുണ്ടാവും. എന്തായാലും മന്ത്ലി 500 ദിർഹംസ് നിങ്ങൾക്ക് ടിപ്പ് കിട്ടും. പിന്നെ ബൈക്ക് കമ്പനി നിങ്ങൾക്ക് തരികയും ചെയ്യും. അതേപോലെ തന്നെ കമ്പനി ഒരു സിം നിങ്ങൾക്ക് തരും. അതേപോലെ എല്ലാവിധ സേഫ്റ്റി ജാക്കറ്റുകൾ കാര്യങ്ങൾ എല്ലാം കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമ്പനിയുടെ ആളുടെ നമ്പറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ജോലിക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം അതിലേക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കമ്പനിയുടെ ആളായതുകൊണ്ട് എന്നെക്കുറിച്ച് നമ്മുടെ അല്ലെങ്കിൽ മറ്റ് ജോബിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്. തലമാത്തിൻ്റെ ജോലിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഡെലിവറി ജോബിന് വേണ്ടി മാത്രമുള്ള ആളുകൾ, കാർ ഡെലിവറി ഇല്ല, ബൈക്ക് ഡെലിവറി മാത്രമാണ്. അതും ഇത് എന്ന് പറയുന്നത് യുവാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ജോബാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അതുകൊണ്ട് ആളുകൾ അത് മനസ്സിലാക്കിയതിന് ശേഷം
ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. പൊതുവായിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികളും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അതും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടവർക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് UAE ആണ്, നമ്മുടെ നാട്ടിലെ പോലല്ല. അതുകൊണ്ട് ഈ റൂൾസും അതൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പണം സമ്പാദിക്കണം, സ്വന്തം കുടുംബം നോക്കണം എന്നാഗ്രഹമുള്ള ആളുകൾക്ക് വരാം, ധൈര്യമായിട്ട് വരാം. ആ കമ്പനി ഞാൻ പോയി കണ്ടതാണ്, അവരുടെ MD ആയിട്ട് ഞാൻ സംസാരിച്ചതാണ്, അതേപോലെ തന്നെ അവിടുത്തെ മാനേജേഴ്സുമായിട്ട് സംസാരിച്ചതാണ്. അതുകൊണ്ട് കമ്പനി ഫേക്ക് അല്ല, 100% ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടുത്തെ നിങ്ങളെ വിസ പ്രോസസ്സിങ്ങിൻ്റെ ചാർജുകൾ എത്രയാണെന്നുള്ളത്, ലൈസൻസ് പ്രോസസ്സിങ്ങിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് ആ എമൗണ്ടിൽ കൂടുതൽ ആരും നിങ്ങളിൽ നിന്ന് മേടിക്കുകയില്ല. അപ്പോൾ അത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇവിടെ ലൈസൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ കമ്പനിയിൽ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അവർ വിസ പേയ്മെൻറ്റ് മുൻകൂറായിട്ട് അതിൻ്റെ പകുതി മുൻകൂറായിട്ട് മേടിക്കുന്നത്. അത് അവർക്കും അറിയാം, ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം. കാരണം ലൈസൻസ് കിട്ടുന്ന ആളുകൾക്ക് ഇവിടെ പുറത്ത് ഒരുപാട് ജോബ് വേക്കൻസികളാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ മാറി വേറെ ജോലിക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണ്, നിങ്ങൾ ഈ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് NOC മേടിച്ച് പുറത്ത് പോയി വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എനിക്ക് കുറച്ച് സിക്കാണ്, ഞാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അധികം നേരം സംസാരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ ബൈ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.